പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളാരും ജീവിച്ചിരിപ്പില്ല, 100 വർഷങ്ങൾക്ക് ശേഷവും നമ്മളാരും ജീവിച്ചിരിപ്പുണ്ടാവില്ല. പക്ഷേ ഭൂമിയിൽ നടക്കുന്ന പല ആളുകളെയും കാണുമ്പോൾ അവർ ചിരഞ്ജീവിയാണെന്നുള്ള രീതിയിൽ, അതായത് എന്നും ജീവിച്ചിരിക്കും എന്നുള്ളതാണ്. അവർക്ക് മരണമില്ല എന്നുള്ളതാണ്. അവരുടെ ഓരോ രീതികളും കാണുമ്പോൾ ഈഗോ കാരണത്താൽ, അതുപോലെ തന്നെ പലതരത്തിലുള്ള അസൂയ, കുശുമ്പ്, പിന്തിരിപ്പൻ ആശയങ്ങൾ, ഈഗോ അഥവാ അഹം കാരണത്താൽ അതാണ് മനസ്സിലാകുന്നത്. വാസ്തവത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു, പക്ഷേ അങ്ങനെ ഒരു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരിക്കും ടോപ്പ് സോയിലായി എല്ലാം മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോകും. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത ആളുകൾ കുറച്ച് കാലം ചിലപ്പോൾ ഓർത്തുകൂടായില്ല, ഒരു 10 വർഷം വരെയൊക്കെ ഓർത്തുകൂടായില്ല. അങ്ങനെ ഒരു 20 വർഷം കൂടുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഓർക്കുള്ളൂ. അങ്ങനെ ഒരു 25 കാൽ നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടെ ഏറെക്കുറെ എല്ലാവരും നമ്മളെ മറക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ജീവിച്ചിരുന്നതായിട്ടുള്ള, ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത പ്ലാനുകൾ ഇതെല്ലാം മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയി. അപ്പോൾ നമ്മൾ അറിയുന്നവരോ നമ്മളിങ്ങനെ ജീവിച്ചിരുന്നവരായിട്ടോ എന്നും ഓർക്കുന്നവരായിട്ടാരും അന്ന് മക്കളോ പേരക്കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ മക്കളോ ഒക്കെ ആയിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തെ എന്തിനു കൊടുത്താൽ നാം എന്ന് നമ്മുടെ കവി പൂന്താനം നമ്പൂതിരിപ്പാട് പറഞ്ഞ പോലെ, ഇവിടെ കുറഞ്ഞ കാലം ജീവിക്കുന്നത് കലഹമില്ലാതെ സന്തോഷത്തോടുകൂടെ, ഐശ്വര്യത്തോടുകൂടെ, അഭിവൃദ്ധിയോടുകൂടെ ഓരോ സെക്കൻഡുകളും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് പ്രകൃതിയിലേക്കും സൂര്യോദയം കണ്ടും കടലിലെ വേവ്സ് കണ്ടുകൊണ്ടും അതോടൊപ്പം തന്നെ മറ്റെന്തെല്ലാം നമുക്ക് കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ടോ ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള, അതെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഐശ്വര്യത്തോടുകൂടെ അഭിവൃദ്ധിയോടുകൂടെ ഭൂമിയിൽ ശിഷ്ടകാലം ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാം മറന്നുകൊണ്ട് ഇതിൽ ലയിച്ചു ചേരാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും യഥാർത്ഥത്തിൽ ലൈഫ് എന്നുള്ളതാണ്. മറ്റുള്ളതെല്ലാം മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോകുന്ന ഒരു കാലം വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഓർത്തിരിക്കുന്ന നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള സാമ്രാജ്യം എല്ലാം അസ്തമിക്കും. നമ്മളിരുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ എല്ലാം അപ്രത്യക്ഷമായിരിക്കും. ഇപ്പോൾ തന്നെ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകേണ്ട പദ്ധതി ആണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയെപ്പോലെ മറ്റൊരു ഗ്രഹം, വെള്ളത്തിൻ്റെ സാധ്യതക്കുള്ളൊരു ഗ്രഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിലേക്ക് ട്രാൻസ്ഫോം ആയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തു അത് ഒന്നുമില്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എല്ലാം മറന്നുകൊണ്ട് ലയിച്ച് ചേർന്നുകൊണ്ട് ഓരോ സെക്കൻഡുകളും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ട്, ജോയ്ഫുള്ളായിട്ട്, എക്സ്റ്റാറ്റിക് മൂഡിൽ എല്ലാവരോടും നന്ദി, നമസ്കാരം. ആരോടും വെറുപ്പില്ല, വൈരാഗ്യമില്ല, അസൂയയില്ല, കുശുമ്പില്ല, പിന്തിരിപ്പൻ ആശയങ്ങളില്ല. അപ്പോൾ അങ്ങനെ ഒരു സീറോ മൂഡിൽ, അങ്ങനെ ഒരു എക്സ്റ്റാറ്റിക് മൂഡിൽ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണെന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. കൂടുതൽ പറയുന്നില്ല. വളരെ ക്ഷമയോടെയൊക്കെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.